ഹലോ! കോഴിക്കോടാണുള്ളത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട്ന്ന് ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും വില കൂടിയ മന്തി കിട്ടുന്നൊരു സ്പോട്ടിലാണ് ഉള്ളതെന്ന് വേണമെങ്കില് പറയാം. അപ്പോൾ ഇപ്പൊ സമയം ഏകദേശം ഒരു ഉച്ചയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ കേറിയിട്ട് ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഒരു ഹനീത് ഷോൾഡറാ. അതായത് മട്ടൻ്റെ ചുമല് അഥവാ ഷോൾഡർ. ഇവിടുത്തെ മന്തി റൈസിന് അഥവാ ഹനീത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതായത് ഇവിടെ കുറച്ചും കൂടെ ഒരു യമനി ഫ്ലേവറാണ് പോലും. ഞാൻ പിന്നെ യമനിൽ പോയിട്ട് ആടുത്തെ മന്തി കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ആധികാരികതയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ബാക്കിയുള്ള മന്തി സ്പോട്സിനേക്കാളും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവർ തന്നെയാണ് ഇവിടുത്തെ മന്തി റൈസിന്. ഇതാണ് ആടിൻ്റെ അഥവാ മട്ടൻ്റെ ഷോൾഡർ. സാധനം നല്ല ചൂടുണ്ട് കേട്ടോ. തൊടുമ്പോൾ ഓരോ പ്രാവശ്യം തൊടുമ്പോൾ കൈ നല്ലോണം പൊള്ളുന്നുണ്ട്. പിന്നെ എങ്ങനെയല്ലോ ഇങ്ങനെ നുള്ളി 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 പറിച്ചിട്ട് ചെറിയൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അതിതാ ഈ മന്തി റൈസിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് പതുക്കെ വാരി എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കിയേ. സാധാരണ പുറത്തെല്ലാം മന്തീൻ്റെ കൂടെ മയോണൈസ് കൊടുക്കാറില്ലല്ലോ. അപ്പോൾ അതേ സ്റ്റൈലാണ് ഇവിടെയും പിന്തുടരുന്നത്. അതായത് ഇവിടുത്തെ മന്തീൻ്റെ കൂടെ നിങ്ങളിനി എത്ര പൈസ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ മയോണൈസ് തരില്ല കേട്ടോ. കാരണം ഇവിടുത്തെ മന്തീൻ്റെ കൂടെ മയോണൈസ് ഇല്ല. ഈ മന്തി റൈസ് സാധാരണ നമ്മൾ കേരളത്തിൽ നിന്നെല്ലാം കഴിക്കുന്ന ഒരു ടൈപ്പ് മന്തി റൈസിൻ്റെ ഫ്ലേവറില്ലേ, ആ ഒരു ഫ്ലേവറുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്നല്ല ഇവിടുന്ന് കഴിക്കുന്നത്. ഇതിനു മുമ്പ് 2-3 തവണ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഇനി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മന്തി റൈസിൻ്റെ വലിയ ഫാനേ അല്ല. പക്ഷേ ഇവിടുത്തെ ആ മട്ടൻ ഷോൾഡർ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മട്ടൻ്റെ ഒരു നാച്ചുറൽ ഫ്ലേവർ മാത്രമായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. കാര്യമായിട്ടുള്ള മസാലേൻ്റെ ഫ്ലേവർ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്പോട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് എരഞ്ഞിപ്പാലത്തുള്ള ഈ മെഹർ മന്തിയാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ സുരേഷ് കൂൾബാർ പോയിട്ട് അവിടുന്ന് ഒരു ബട്ടൂര ഷേക്കും കുടിച്ച് പിന്നെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് വിട്ടുപോയി. സബൂറിയാന്ന് തോന്നുന്നു. അതും കുടിച്ച് പിന്നെ ചെറിയൊരു ഷൂട്ട് ഉണ്ടെന്ന് ചെയ്യാൻ. ആ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മളെ കോഴിക്കോട് ബീച്ചില്ലേ അവിടെ പോയിട്ട് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇരുന്നേ. എന്നിട്ട് നേരെ രാത്രിയത്തെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് റെസ്റ്റോറൻറ്റ് പോയി. എന്നിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണിയും പറഞ്ഞ് പിന്നെ രാത്രി ആയതുകൊണ്ട് ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്മീൻ റോസ്റ്റും വാങ്ങിച്ച് ഒരു 3 നൈസ് പത്തിരിയും. അങ്ങനെ ആദ്യം ആ സിംഗിൾ ചിക്കൻ ബിരിയാണി പതുക്കെ പ്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് ചെരിഞ്ഞ ശേഷം കുറച്ച് ബിരിയാണി റൈസ് മാത്രം ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കിയേ. ഈ ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്തേ ഞാൻ അവനോട് പറഞ്ഞ എനിക്ക് ചിക്കൻ്റെ ലെഗ് പീസ് വേണ്ട, ചെസ്റ്റ് പീസ് മതി എന്നുള്ള കാര്യം. കാരണം ഇത് ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. ഇതിൻ്റെ അകത്ത് സിംഗിളിൽ ഇനി ലെഗ് പീസും കൂടി ആയിക്കഴിഞ്ഞാൽ ചിക്കൻ തീരെ വർക്കത്തേ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ചെസ്റ്റ് പീസ് മതി എന്ന് പറഞ്ഞത്. പിന്നെ ചെസ്റ്റ് പീസിൽ കുറച്ച് പ്രോട്ടീനും അധികം ഉണ്ടാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യം ആ ബിരിയാണി റൈസ് മാത്രം കഴിച്ചിട്ടും പിന്നെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് വെച്ചിട്ട് ആ ബിരിയാണി റൈസ് കുഴച്ച് കഴിച്ചതിന് ശേഷം ആ തൈര് സലാഡും അച്ചാറും ചമ്മന്തിയും പപ്പടെല്ലാം കൂട്ടിയിട്ട് ഈ ബിരിയാണി റൈസ് പതുക്കെ കുഴച്ച് വെച്ചേ. എന്നിട്ട് വീണ്ടും ആ ചിക്കൻ്റെ ചെസ്റ്റ് പീസിൽ നിന്ന് തീരെ ചെറുതല്ലാത്ത കുറച്ച് വലിയൊരു പീസ് ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. അടിപൊളി ബിരിയാണി, അടിപൊളി ബിരിയാണി, അടിപൊളി ബിരിയാണി കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നൈസ് പത്തിരിയില്ലേ അതിൻ്റെ മേലെ ആടെ സൈഡിലായിട്ട് ലേശം ചെമ്മീൻ റോസ്റ്റ് ആടെ ചെരിഞ്ഞാടെ വെച്ചേ. എന്നിട്ട് നൈസ് പത്തിരീൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് കീറി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ചെമ്മീൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ച് നല്ല ഉഷാറ് ചെമ്മീനാട്ടാ. പിന്നെ ഒരു ഗ്ലാസ് ചൂട് വിത്തൗട്ട് ചായയും കുടിച്ചിന്. അപ്പോൾ ഈ സ്പോട്ട് നമ്മൾ കോഴിക്കോട് മാവൂർ റോഡിലെ ഹോട്ടൽ സാഗറാണ്. അപ്പോൾ ഇതായിരുന്നു അന്നേ ദിവസം രാത്രി അവസാനം കഴിച്ച ഫുഡ്. ഇത് ഞാൻ അന്നേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ മന്തി കഴിച്ചില്ലേ, മന്തി കഴിച്ചിട്ട് ആ ഷെയ്ക്ക് കുടിച്ചില്ലേ, അപ്പോൾ ആ മന്തി കഴിച്ചിട്ട് ഷെയ്ക്ക് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിച്ച 1, 2, 3 ഐറ്റംസ് ആയിരുന്നു ഇത്. ഇത് കോഴിക്കോട് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വൈറലായിട്ടുള്ള ഒരു ഐറ്റം ആണെന്നാണ് കേട്ടത്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് കുറേ വെറൈറ്റി ഫ്ലേവേഴ്സ്, ചോക്ലേറ്റ്, ന്യൂട്ടല്ല, പിന്നെ നമ്മളെ പഴയ മൈലോ ഇല്ലേ കുടിക്കുന്നത് അത്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതായത് ഇത് ഉണ്ടാക്കുന്നത് ഏതാണോ ഫ്ലേവർ ആ ഫ്ലേവർ എടുക്കും. അതായത് ഇപ്പോൾ മൈലോ ആണെങ്കിൽ മൈലോൻ്റെ പൗഡർ, ന്യൂട്ടല്ല ആണെങ്കിൽ ന്യൂട്ടല്ല, എന്നിട്ട് കുറച്ച് കട്ടിയുള്ള ടൈപ്പ്, അതായത് കുറച്ച് ഫാറ്റ് കൂടിയ പാലിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാരയിലിട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു മെഷീനിലേക്ക് ഒഴിക്കും. ആ മെഷീനിൽ നിന്നാണ് ഈ സാധനം ഇങ്ങനെ ഉണ്ടായി വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ കഴിച്ചു നോക്കി. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മളെ ചിരണ്ടി ഐസ് ഇല്ലേ, ചിരണ്ടി ഐസും ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ നാട്ടിൽ മറ്റേ ഇങ്ങനെ ഐസ് കൊണ്ട് ഇങ്ങനെ ഐസ് വരത്തിയെല്ലാം ആക്കുന്നില്ലേ ചിരണ്ടിയിട്ട്, ആ രീതിയിലുള്ള സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇത് അതിനേക്കാളും ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളെ നാട്ടിലുള്ള ചിരണ്ടി ഐസിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഐസ് ആക്കാൻ വേണ്ടി ഒഴിക്കുന്ന ലിക്വിഡ് ഇല്ലേ അതിൻ്റെ അകത്ത് മധുരമുണ്ട്. അതായത് നന്നാരിയിൽ വെച്ചിട്ട് അതിനൊരു മധുരമുണ്ട്. സാധാരണ നമ്മളെ ചിരണ്ടി ഐസിൽ അത് ഉണ്ടാവില്ലല്ലോ, അതിൻ്റെ അകത്ത് മിക്സ് ആക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ പൈനാപ്പിൾ ചിരണ്ടി ഐസ് ഞാൻ ഇവിടുന്ന് കഴിച്ച് നോക്കിന്. ഇതാണ് പൈനാപ്പിളേ.
ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതിന് ശേഷം കഴിച്ചത്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഫ്ലിൻ ആണ് കേട്ടോ ഈ ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. ഈ പേര് നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ചെരണ്ടൈസ് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് കഴിച്ചായിട്ടാണ് ഈ കാണുന്ന ഗ്രേപ്സ് എല്ലാം വരുന്ന ഒരു ടൈപ്പ് ചെരണ്ടൈസ്. 2 ലെയറിലായിട്ട് ഗ്രേപ്സ് വാരിക്കോരി ഇടുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഇത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. നല്ല മധുരമുള്ള ഗ്രേപ്സിൻ്റെ കൂടെ ചെറുതായിട്ട് പുളിയെല്ലുള്ളൊരു വെള്ളമായിരുന്നു. അതായത് ആ ചെരണ്ടൈസിൻ്റെ സാധനമില്ലേ ആ വെള്ളം, അതിൽ കുറച്ചൊരു മധുരവും പുളിയും എല്ലാം കൂടെ വരുന്നൊരു മിക്സ് ഓഫ് ഫ്ലേവേഴ്സ്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ബ്രാൻഡിൻ്റെ പേര്, ഫ്ലിൻ സ്നോ ഫ്ലേക്ക് ഡിലൈറ്റ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാം അടുത്തുള്ള ബ്ലൂ ഡയമണ്ട് മാളില്ലേ, അതിൻ്റെ ഫുഡ് കോർട്ടിലാണേ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്